ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാറ്. നിസ്സംശയം വഴങ്ങും, ഒരു സംശയമില്ല ശ്രീ ആബിദ് ഹുസൈൻ, താങ്കൾ ചോദിക്കൂ. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ജയചന്ദ്രൻ സാറേ. അതായത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഈ ഒരു വിഷയം പറയുമ്പോൾ, അതായത് മൈലുകൾക്കപ്പുറമുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്ന അങ്ങനെ ഇങ്ങനെ ഒരു പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിഷയമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് നിങ്ങൾ പറഞ്ഞ കാരണം ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും അത് ചെയ്തിട്ടുള്ള ഒരു വഴക്കവും ഉള്ള പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ മൈലുകൾക്കപ്പുറം എന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അധികം മൈലുകളൊന്നും ഇല്ലല്ലോ നമ്മളുടെ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയങ്ങൾ, അവിടെ നടന്നിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊല, നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അവിടെ പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുമല്ല, ഇപ്പോൾ പോട്ടെ, ഈ UP-യിൽ തന്നെ നടക്കുന്ന ഈ കൺവേർഷൻ റാക്കറ്റുകളെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഇനി അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഈ പട്ടിണിയാണ് അല്ലെങ്കിൽ ജനോസൈഡാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ഇതുവരെ പ്രൂവ് ചെയ്യാത്തൊരു സാധനമാണ് ഈ പറയുന്ന ഗാസയിൽ ജനോസൈഡ് നടക്കുന്നു എന്നുള്ളത്. അതായത് ബോംബിടാൻ പോകുന്നതെന്ന് വിളിച്ച് പറയുന്ന ആ സ്ഥലം, ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ട് ഒരു ജനോസൈഡ് ആരും നടത്താറില്ല. ഇനി അങ്ങനെ ജനോസൈഡ് വേണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം, ഡ്രൂസുകൾ അവിടെ കൊന്നുകൊല വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പട്ടിണിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി ഫേസ് ചെയ്യുന്ന സ്ഥലം യമനാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ ഈ പറയുന്ന ഉദ്ദേശശുദ്ധിയുടെ അതിൻ്റെ പോരായ്മ, അതിൻ്റെ ആ ഒരു പൊള്ളത്തരമാണ് സത്യത്തിലൂടെ വെളിച്ചത്ത് വരുന്നത്. അത് പറയുമ്പോൾ അവകാശമില്ല എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിലെ ഈ പൊള്ളത്തരമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് ഇവിടെ വെളിച്ചത്ത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു നീലക്കുറുക്കൻ എഫക്റ്റായി പോയി എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൻ്റെയോ പറഞ്ഞതിൻ്റെയോ അപലപിച്ചതിൻ്റെയോ ആയിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ.